ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി. ഡൽഹി രാംലീല മൈതാനിയിൽ അല്പസമയത്തിനകം റാലി തുടങ്ങും. മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, അഖിലേഷ് യാദവ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷത്തിന് നേരെ ഏകപക്ഷീയമായി നടക്കുന്ന ആക്രമണങ്ങളെ തുറന്നുകാട്ടുകയാണ് ഇന്ന് നടക്കുന്ന റാലിയിലൂടെ ഇന്ത്യ സഖ്യം ലക്ഷ്യം വെക്കുന്നത്. രാംലീല മൈതാനിയിൽ നിന്ന് PR അരവിന്ദ് ഞങ്ങളുടെ പ്രതിനിധി തത്സമയ വിവരങ്ങൾ പങ്കുവയ്ക്കും. അരവിന്ദ്, എത്ര കണ്ട് പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്? രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കളും മറ്റ് സഖ്യ പാർട്ടികളിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളും ഒക്കെ അങ്ങോട്ട് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എത്ര കണ്ട് നേതാക്കൾ ഉണ്ടാകും? എപ്പോഴത്തേക്ക് തുടങ്ങാൻ കഴിയും? അല്പസമയത്തിനകം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി ഡൽഹി രാംലീല മൈതാനിയിൽ ആരംഭിക്കും. എന്തായാലും പ്രവർത്തകരുടെ ഒരു ഒഴുക്ക് തന്നെ രാംലീല മൈതാനിയിലേക്ക് എത്തുകയാണ്. നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നടക്കം പ്രവർത്തകരെത്തുന്നു. കേരളത്തിൽ നിന്നടക്കം പ്രവർത്തകരെത്തിയിട്ടുണ്ട്. പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് റജി. എവിടുന്ന? ഞാൻ എറണാകുളം, ഇവിടെ ഡൽഹിയിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ 27 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നത്. ഈ അറസ്റ്റിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ അറസ്റ്റിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നീതി നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ 1% പോലും പ്രൂഫ് ഇല്ലാതെയാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ സത്യേന്ദ്ര ജെയിനെ അറസ്റ്റ് ചെയ്തു ആദ്യം, അത് കഴിഞ്ഞ് മനീഷ് സിസോദിയനെ അറസ്റ്റ് ചെയ്തു, സഞ്ജയ് സിംഗിനെ അറസ്റ്റ് ചെയ്തു. ഇതിനൊന്നും ഒരു പ്രൂഫ് ഇത്രയും കാലമായിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കശാപ്പ് ചെയ്തതിൻ്റെ എഗനസ്റ്റാണ് നമ്മുടെ ആം ആദ്മി പാർട്ടിയെ മാത്രമല്ല, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ നമ്മുടെ തൃണമൂൽ കോൺഗ്രസിനെയും മറ്റുള്ള എല്ലാ പാർട്ടിയുടെയും, കോൺഗ്രസിൻ്റെ തന്നെ ഫണ്ട് മരവിപ്പിച്ചു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ അരാജകത്വം വാഴുന്നൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് ജനാധിപത്യം എന്ന് നശിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇനി മുന്നോട്ട് പോകുന്തോറും ജനാധിപത്യം എന്നത് അടുത്തൊരു ഇലക്ഷന് BJP സർക്കാർ ജയിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ജനാധിപത്യം മുന്നോട്ട് നയിക്കപ്പെടില്ല. അതിനു വേണ്ടിയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഉയർത്തുന്നത്. കേജ്രിവാളിനെ എത്രയും വേഗം റിലീസ് ചെയ്യുക. ഈ അടുത്ത ഇലക്ഷൻ 2024 ഇലക്ഷന് കേജ്രിവാളിന്റെ വാക്കുകൾ കേൾക്കാൻ ജനങ്ങൾ തടിച്ചുകൂടുന്ന ഒരു കാലമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും ജനാധിപത്യ വിരുദ്ധ നടപടികളാണ് BJP സർക്കാർ നടത്തുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തുന്നത് തന്നെയാണ് ഓരോ പ്രവർത്തകരും വ്യക്തമാക്കുന്നത്. കേരളത്തിൽ നിന്നടക്കം നിരവധി പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും ആ പ്രവർത്തകർ തുടരുകയാണ്. നമുക്കിപ്പോൾ സ്റ്റേജിൽ നോക്കുമ്പോൾ കാണാം, ഇതിനോടൊപ്പം തന്നെ ഡൽഹിയിൽ മന്ത്രിമാർ ആ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റ് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ഇപ്പോൾ ഇതുവരെ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. ഡൽഹി മന്ത്രിമാരായ അതിഷി, അതുപോലെ തന്നെ സൗരവ് ഭരദ്വാജ്, ഗോപാൽ റായ് തുടങ്ങിയവർ ഇതിനോടൊപ്പം തന്നെ സ്റ്റേജിലെത്തി. മറ്റ് ഇന്ത്യ സഖ്യ നേതാക്കൾ വരും മണിക്കൂറുകളിൽ ഈ സ്റ്റേജിലേക്ക് എത്തും. എന്തായാലും ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ശക്തി പ്രകടനമായി തന്നെ ഇന്ന് രാംലീല മൈതാനി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ BJP നടത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആദായനികുതി വകുപ്പിന്റെ നിരവധി നോട്ടീസുകളാണ് കോൺഗ്രസിനും അതുപോലെ തന്നെ CPM CPI പാർട്ടികൾക്ക് ലഭിച്ചത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നതിലുപരി മറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും പണം ലഭിക്കാത്ത വിധത്തിൽ അവരെ ഞെരിക്കുന്ന നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നുവെന്ന് തന്നെയാണ് ഓരോ ആം ആദ്മി പാർട്ടി പ്രവർത്തകനും അതുപോലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ പ്രതിപക്ഷ പാർട്ടി നേതാക്കളും പ്രവർത്തകരും വ്യക്തമാക്കുന്നത്. എന്തായാലും ശക്തമായ പോരാട്ടം BJPക്കെതിരെ തുടരും. ഇത്തരത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഇതിലൂടെ കൃത്യമായ ഒരു തിരിച്ചടി നൽകാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ പ്രവർത്തകരും വ്യക്തമാക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ റാലി ഇവിടെ ആരംഭിക്കും. എന്തായാലും നമുക്കറിയാം, രാംലീല മൈതാനി എന്ന് പറയുമ്പോൾ തന്നെ അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും സംബന്ധിച്ച് അതീവ നിർണായകമായ രാഷ്ട്രീയ ചരിത്രമുള്ളൊരു മൈതാനം കൂടിയാണ്. ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ ആരംഭിക്കുന്നത് ഈ മൈതാനത്തിൽ നിന്നുള്ള അഴിമതിക്കെതിരായുള്ള പോരാട്ടത്തിൽ. ആ മൈതാനത്തിൽ തന്നെ ഒരു അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായപ്പോൾ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഇവിടെ എത്തും. എന്തായാലും ഓരോ പാർട്ടികൾക്കും പ്രത്യേകം സെക്ഷനുകൾ ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. CPI, അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി, കോൺഗ്രസ് അടക്കമുള്ള എല്ലാ പാർട്ടികൾക്കും പ്രത്യേകം ഇരിപ്പിടങ്ങളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പ്രവർത്തകരുടെ ഒരു ഒഴുക്ക് തന്നെ രാംലീല മൈതാനിയിലേക്ക് ഉണ്ടാകുന്നു. എന്തായാലും നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വലിയ നിർണായകമായ ഒരു സമരം, അതുപോലെ തന്നെ രാഷ്ട്രീയ ഏടുകളിൽ എഴുതി കുറിക്കാൻ പറ്റുന്ന ഒരു സമരം തന്നെയാണ് ഇന്ന് രാംലീല മൈതാനിയിൽ നടക്കുക. എന്തായാലും BJPക്കെതിരെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നുള്ളൊരു സന്ദേശം തന്നെയായിരിക്കും ഇന്നത്തെ രാംലീല മൈതാനിയിൽ നടക്കുന്ന സമരത്തിൽ കൂടെ ഇന്ത്യ സഖ്യം നൽകുക. സൈഫുദ്ദീൻ, വലിയ രാഷ്ട്രീയ പ്രാധാന്യം ആ നിലക്ക് ഇന്നത്തെ കൂടിച്ചേരലിനുണ്ട്. കാരണം തെരഞ്ഞെടുപ്പിലേക്ക് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ നിലക്കൊരു ശക്തിപ്രകടനം കൂടിയാണ് ഇന്ത്യ സഖ്യത്തിന്റെ, പ്രത്യേകിച്ചും കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും ഒക്കെ ലക്ഷ്യം. ആ നിലക്കൊരു വലിയ
നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഏതൊക്കെ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇന്ന് ആ വേദിയിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ ഒരു കണക്കുകൂട്ടലൊക്കെ എങ്ങനെയാണ് അരവിന്ദ്? സൈഫുദ്ദീൻ, എന്തായാലും കേന്ദ്ര സർക്കാരിനെതിരെയും അതുപോലെ തന്നെ നരേന്ദ്രമോദിക്കെതിരെയും BJPക്കെതിരെയും രൂക്ഷ വിമർശനം ഇന്ന് ഈ വേദിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസത്തെ സംഭവ വികാസങ്ങൾ നോക്കിയാൽ തന്നെ നമുക്കത് വ്യക്തമാണ്. കാരണം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു ആദ്യം. ഇതിന് പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെ ആദായ നികുതി വകുപ്പിന്റെ നടപടികളുണ്ടാകുന്നു. കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ പോലും പണമില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാൻ പോലും പണമില്ലെന്ന് കോൺഗ്രസ് വാദം ഉന്നയിക്കുന്നു. എന്തായാലും ഇതിനെല്ലാം കൃത്യമായ ഒരു വിമർശനം ഇന്ന് ഈ വേദിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ ഗാന്ധി അടക്കം ചൂണ്ടിക്കാണിച്ചത് രാജ്യം ഭരിക്കുന്നത് ക്രിമിനൽ സംഘമാണ്. ഇത്തരത്തിൽ ജനാധിപത്യം അടിച്ചമർത്തുന്ന നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നു. അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു. പ്രതിപക്ഷത്തിലെ മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ നോക്കിയാൽ ആദ്യം ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്യുന്നു. ഇതിന് പിന്നാലെ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു. ഇനിയും പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ED നീക്കങ്ങൾ നടത്തുന്നു. എന്തുകൊണ്ട് ഇതൊന്നും BJPക്ക് ബാധകമല്ല എന്നൊരു ചോദ്യം തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് ഉയർത്തുക. ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കണം. ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സർക്കാരിനെ പോലും തിരഞ്ഞെടുക്കാൻ പറ്റാത്ത തരത്തിലേക്ക് BJP ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തു എന്ന് തന്നെയാണ് വിമർശനം കഴിഞ്ഞ ദിവസങ്ങളടക്കം നേതാക്കൾ ഉയർത്തിയത്. സമാനമായ വിമർശനം ഇന്ന് ഡൽഹി രാംലീല മൈതാനിയിൽ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകും. നിർണായകമായും നിരവധി നേതാക്കൾ പ്രതിപക്ഷ പാർട്ടിയിലെ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ, ഒരുപക്ഷെ ആദ്യത്തെ പട്നയിലെ ആയിരുന്നു ആദ്യമായി ഇന്ത്യ സഖ്യം ഒരു യോഗം ചേർന്നത്. അന്ന് പങ്കെടുത്ത നിതീഷ് കുമാർ ഇന്ത്യ സഖ്യം വിട്ടുപോയി. അന്ന് പങ്കെടുത്ത ബാക്കി എല്ലാ നേതാക്കളും ഇന്ന് ഈ റാലിയിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ മാസങ്ങളിലടക്കം നിരവധി റാലികൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുനിന്ന് നടന്നിരുന്നു. പക്ഷേ അന്ന് ചില പാർട്ടികൾ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. സീറ്റ് എന്ന ചർച്ചകൾ ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യത്തിൽ അന്ന് ചില തർക്കങ്ങളാണ് പാർട്ടികൾ വിട്ടുനിൽക്കാൻ കാരണമായത്. പക്ഷേ ആ തർക്കങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഡൽഹി രാംലീല മൈതാനിയിലേക്ക് എല്ലാ പാർട്ടികളും എത്തുന്നു. മമതാ ബാനർജി എത്തുന്നില്ലെങ്കിൽ കൂടിയും തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധികളെ ഇന്ന് ഡൽഹിയിലേക്ക് അയക്കുന്നുണ്ട്. DMKക്ക് വേണ്ടി തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ എത്തുന്നില്ല, അതിന് പകരം പ്രതിനിധികളെ അയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി BJPക്കെതിരെ അണിനിരക്കുന്നു എന്നത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രാധാന്യമുള്ളത്. എന്തായാലും ശക്തമായ ഒരു സന്ദേശം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി BJP നൽകുക. BJP ജനങ്ങൾക്കൊപ്പമാണ് ഇന്ത്യ സഖ്യം എന്നൊരു സന്ദേശം കൂടി നൽകുകയാണ് ഇതിലൂടെ ഇന്ത്യ സഖ്യം ലക്ഷ്യമിടുന്നത്. സൈഫുദ്ദീൻ, ശരി, എല്ലാ കണ്ണുകളും രാംലീല മൈതാനിയിലേക്ക്. ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. വിശദാംശങ്ങൾ നൽകിയത് PR അരവിന്ദ്.